ഒരു മകനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനാണ്. പക്ഷേ അങ്ങനെ ഒരു പേര് ബൈബിളിലില്ല, മുടിയൻ പുത്രൻ എന്ന്. പക്ഷെ നമ്മളെല്ലാവരും കൂടെ ഒരു പേരിട്ട് കഴിഞ്ഞു, മുടിയനായ പുത്രൻ എന്ന്. എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ വിഷയം അതൊന്നുമല്ല. എൻ്റെ വിഷയം എന്നെ സ്പർശിച്ച ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം തൊടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം സംഭവങ്ങൾ. ഇളയ മകൻ അപ്പനുടെ വീട്ടിൽ നിന്നും തൻ്റെ ഭാഗം വാങ്ങി യാത്ര തിരിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. തൻ്റെ സ്വത്ത് നശിക്കുന്നത് വരെ അവൻ ഈ ലോകത്തിൻ്റെ ധൂർത്തിലേക്ക്, ഈ ലോകത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ടിടയായിട്ട് തൻ്റെ പണം മുഴുവനും അതിനു വേണ്ടി, തൻ്റെ അപ്പൻ്റെ പണം മുഴുവനും, തനിക്ക് വരേണ്ട സ്വത്ത് മുഴുവനും ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി അവൻ ചിലവഴിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ എന്നെ തൊട്ട ഒരു വാക്യം, ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട്. അതിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് 15-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. 15:17. ഹല്ലേലൂയ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു, വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. അപ്പൻ്റെ പണവുമായി യാത്ര തിരിച്ച് ദൂരദേശത്തേക്ക് യാത്രയായ ഇളയ മകൻ അവസാനം പറയുകയാണ്, വിശപ്പ് കൊണ്ട് ഞാൻ നശിച്ചു പോകുന്നു, വിശപ്പ് കൊണ്ട് ഞാൻ നശിച്ചു പോകുന്നു. അപ്പനോട് കൂടെയുള്ള ജീവിതം അവൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരുന്നു. ഇപ്പോൾ അവൻ പറയുകയാണ്, വിശപ്പ് കൊണ്ട് ഞാൻ നശിച്ചു പോകും. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, അവന് സുബോധം വന്നപ്പോൾ. ഹല്ലേലൂയ. സുബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ടിടയായിത്തീർന്നത്. അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ അപ്പനിൽ നിന്നും പിരിയുവാനായിട്ടിടയായിത്തീർന്നത്. സുബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് അപ്പൻ്റെ സ്വത്തിൽ നിന്നും തൻ്റെ അവകാശം വാങ്ങിച്ച് പോകുവാനായിട്ടിടയായിത്തീർന്നത്. സുബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ പാപത്തിലേക്ക് ഇറങ്ങുവാനായിട്ടിടയായിത്തീർന്നത്. ഹല്ലേലൂയ. ഇന്ന് ഇതുപോലെ സുബോധം നഷ്ടപ്പെട്ട അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്നും അവർ നഷ്ടപ്പെട്ടു പോയി. കാരണം എന്താ? അവരുടെ സുബോധം നഷ്ടപ്പെട്ടു. ദൈവസ്നേഹത്തിൽ നിന്നും അവർ മാറിപ്പോയി. ദൈവത്തിൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്നും അവർ ഇറങ്ങിപ്പോയി. അപ്പൻ്റെ സ്വത്തും വാങ്ങി, തൻ്റെ അവകാശവും വാങ്ങിച്ച് ഇറങ്ങിപ്പോയി. സുബോധം നഷ്ടപ്പെട്ടവരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ മനുഷ്യനും സുബോധം നഷ്ടപ്പെട്ടു. എന്നാൽ അവന് സുബോധം വന്നപ്പോൾ, ഹല്ലേലൂയ, സുബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ പിതാവിൻ്റെ അടുക്കൽ നിന്നും ഇറങ്ങിപ്പോയത്. സുബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ അപ്പനോട് കയർക്കുവാനായിട്ടിടയായിത്തീർന്നത്. സുബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് തൻ്റെ അവകാശം അവൻ ചോദിക്കുവാനായിട്ടിടയായിത്തീർന്നത്. സുബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ പാപത്തിൻ്റെ മലിനമായ അവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ അവന് സുബോധം വന്നപ്പോൾ അവന് ഓർമ്മ വന്നൊരു കാര്യം തൻ്റെ അപ്പൻ്റെ ഭവനമായിരുന്നു. ഹല്ലേലൂയ. തൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചും ആ ഭവനത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവന് സുബോധം വന്നപ്പോൾ മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. സുബോധം വന്നപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്, അയ്യോ ഞാൻ നശിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. സുബോധം വന്നപ്പോഴാണ് അവൻ ഒരു കാര്യം മനസ്സിലായത്, അയ്യോ ഞാൻ നശിക്കുകയാണല്ലോ, വിശപ്പ് കൊണ്ട് ഞാൻ നശിക്കുകയാണല്ലോ എന്നുള്ള ബോധ്യം അവനെ എപ്പോഴാണ് വന്നത്? സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നശിച്ചു പോകുകയാണ്. അതുകൊണ്ട് ഞാൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. ഇവിടെ നിന്ന് ഞാൻ ആലോചന കൈമാറാം. സുബോധം നഷ്ടപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസ്ഥയാണ് നിന്റെ ജീവിതത്തിലെങ്കിൽ, സുബോധം വരുമ്പോൾ നീ നശിച്ചു പോകാതിരിക്കുവാൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഓടി വരണം. നിനക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്നെ സ്നേഹിക്കുന്ന അപ്പൻ്റെ ഭവനത്തിലാണ്.
ആ അപ്പനോട് കൂടെയുള്ള സ്നേഹം, ആ അപ്പനോട് കൂടെയുള്ള ജീവിതമാണ് യഥാർത്ഥമായ ജീവിതം എന്ന് പറഞ്ഞു. നശിച്ചു പോകാതിരിക്കുവാൻ ഈ അപ്പന്റെ അടുക്കിലേക്ക് നീ തിരിച്ചു വന്നേ മതിയാകുകയുള്ളൂ. ആരെങ്കിലും ഈ അപ്പന്റെ സ്നേഹത്തിൽ നിന്നും, ദൈവസ്നേഹത്തിൽ നിന്നും, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ നശിച്ചു പോകും. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പറയാണ്, ഞാൻ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. നിങ്ങൾ അപ്പന്റെ സ്നേഹത്തിൽ നിന്നും, ദൈവസ്നേഹത്തിൽ നിന്നും, ദൈവത്തിൻ്റെ കരുതലിൽ നിന്നും, ദൈവത്തിൽ നിന്നും നിങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നശിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ സുബോധം വന്ന് ഈ അപ്പന്റെ അടുക്കിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒരിക്കലും നീ നശിക്കുകയില്ല. അവിടെ വായിക്കുന്ന വചനം ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, നിന്റെ നാശത്തിൽ നിന്നും നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ എവിടെ നിന്ന് പുറപ്പെട്ടു വന്നോ അവിടേക്ക് നീ തിരിച്ചു പോകണം. ആരുടെ അടുത്ത് നിന്ന് നീ പുറപ്പെട്ടു വന്നോ അവിടേക്ക് നീ പുറപ്പെട്ടു പോകണം. അപ്പന്റെ അടുക്കിലേക്ക്, ആ സ്നേഹവാനായ, ആ കരുതുന്ന, വഴി നടത്തുന്ന, നിന്നെ പോഷിപ്പിക്കുന്ന ആ പിതാവിൻ്റെ അടുക്കിലേക്ക് വന്നെങ്കിൽ മാത്രമാണ് ഇനി നിനക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് വിളിച്ചു പറയട്ടെ, ഏതെങ്കിലും കാരണത്താൽ ഈ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും, ഈ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും, യേശുവിൻ്റെ കരുതലിൽ നിന്നും നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ജീവിതം വേണമെങ്കിൽ, നിങ്ങൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, നിങ്ങൾ തിരിച്ച് ആ അപ്പന്റെ അടുക്കിലേക്ക്, ആ യേശുവിൻ്റെ അടുക്കിലേക്ക്, സ്നേഹവാനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ വിഷയം ഇവിടെ ഒന്നുമല്ല കിടക്കുന്നത്. എൻ്റെ വിഷയം കിടക്കുന്നത് അടുത്ത ഭാഗത്താണ്. അങ്ങനെ അവന് സുബോധം വന്നു. അവനൊരു തീരുമാനമെടുത്തു, ഞാൻ നശിച്ചു പോകാതിരിക്കേണ്ടതിനെ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകും. എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. ഹല്ലേലൂയ. ഞാൻ നശിച്ചു പോകാതിരിക്കേണ്ടതിനെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകുമെന്നുള്ള തീരുമാനത്തോടെ അവൻ യാത്ര തിരിച്ചു അപ്പൻ്റെ അടുക്കിലേക്ക്. ഇനിയാണ് എൻ്റെ ചിന്ത, എൻ്റെ വിഷയം കിടക്കുന്നത് അവിടെയാണ്. ഹല്ലേലൂയ. 20-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഈ ദൈവത്തിൻ്റെ ഒരു സ്നേഹം എത്ര മാധുര്യമുള്ളതാണ്. ഈ അപ്പൻ്റെ സ്നേഹം നോക്കിക്കേ. ഈ മകൻ സുബോധം വന്ന് നശിച്ചു പോകാതിരിക്കേണ്ടതിനെ അപ്പൻ്റെ അടുക്കിലേക്ക് ഓടി വന്നപ്പോൾ ഈ അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവന് ചുംബനം കൊടുക്കുവാനായിട്ടിടയായി. പലപ്പോഴും നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന ദൈവം കരുണയുള്ള ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്, മഹാദയുള്ള ദൈവമാണ്, സ്നേഹമുള്ള ദൈവമാണ്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ അളവില്ലാതെ സ്നേഹിക്കുന്ന ദൈവമാണ്, അളവില്ലാതെ കരുതുന്ന ദൈവമാണ്, കുറ്റങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ്. തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നോട് ക്ഷമിച്ച് നിന്നെ വീണ്ടെടുക്കുവാൻ കഴിവുള്ള, സ്നേഹമുള്ള ദൈവമാണ് എന്നാണ് നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. പക്ഷേ ദൈവം സ്നേഹമാണ്, ദൈവം കരുതുന്നവനാണ്, ദൈവം ഭാവിയെ നമ്മളെ പോഷിപ്പിക്കുന്നവനാണ്, ദൈവം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഏറ്റുകൊള്ളുന്ന ദൈവമാണ്. ഇതൊക്കെയും ശരിയാണ്. അൺകണ്ടീഷണൽ ലവ് ആണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. എന്നാൽ ആ അപ്പന് വേറൊരു സ്വഭാവം കൂടെ ഉണ്ട്. അത് നമുക്കവിടെ താഴെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ എന്നെ വളരെയധികം ഞാൻ ചിന്തിച്ച ഒരു വേദഭാഗമാണ് 22 മുതലുള്ള വാക്യം.
കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഞാൻ യോഗ്യനല്ലപ്പ, അപ്പനോടും സ്വർഗത്തോടും പാപം ചെയ്തു നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നശിച്ചു പോകാതിരിക്കേണ്ടത് ഞാൻ തിരിച്ചു വന്നിരിക്കുക, ഞാൻ യോഗ്യനല്ല. 22 വാക്യം വായിക്കുമ്പോൾ, അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേത്രമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവം, അൺകണ്ടീഷണൽ ലവ്, ദയവുള്ള, ദീർഘക്ഷമയുള്ള, ക്ഷമിക്കുന്ന ദൈവം, ഇതെല്ലാം ശരിയാണ്. നമ്മുടെ ദൈവത്തെ കുറിച്ച് ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഈ അപ്പന്റെ അടുക്കിലേക്ക് വന്ന നീയെ, നിന്നെ അങ്ങനെ തന്നെ ആ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ അപ്പൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചില നാളുകൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെട്ട്, ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ ലയിച്ചു കൊണ്ടിരുന്ന നിന്നെ അങ്ങനെ തന്നെ പിതാവിൻ്റെ, അപ്പൻ്റെ ഭവനത്തിലേക്ക് കയറ്റുവാൻ ഈ അപ്പൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ അപ്പൻ്റെ വേറൊരു സ്വഭാവമാണ്, നിന്നെ ശുദ്ധീകരിച്ചതിന് ശേഷമേ ഈ അപ്പൻ തൻ്റെ ഭവനത്തിലേക്ക് കയറ്റുകയുള്ളൂ. ഇന്നെന്നെ കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ശുദ്ധീകരണമില്ലാതെ, അഴുക്ക് വസ്ത്രത്തെ മാറ്റാതെ, അപ്പൻ തരുന്ന വസ്ത്രം ഉടുക്കാതെ നിനക്ക് ഈ അപ്പന്റെ ഭവനത്തിലേക്ക് കടക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ശരിയാ, നീ പാപം ചെയ്തവനാണ്. ശരിയാ, നീ ധൂർത്തടിച്ചവനാണ്. ശരിയാണ്, നീ മറ്റൊരു രീതിയിലൂടെ മ്ലേച്ഛകരമായ കാര്യങ്ങൾ ചെയ്തവനാണ്. നിനക്ക് ലഭിച്ചതെല്ലാം നഷ്ടപ്പെടുത്തിയവനാണ്. നീ ലോകപ്രകാരം ജീവിച്ചവനാണ്. പക്ഷേ നീ സുബോധം വന്ന് തിരിച്ച് അപ്പൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഈ അപ്പൻ നിന്നെ ചുംബിക്കും, ഈ അപ്പൻ നിന്നെ കെട്ടിപ്പിടിക്കും. നീ നിന്റെ അവസ്ഥകളെ ഒന്നും നോക്കുകയില്ല. ശരിയാണ്. പക്ഷേ അപ്പൻ്റെ ഭവനത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ നീ ഉടുത്തിരിക്കുന്ന, വർഷങ്ങളായി നിന്റെ മേൽ കിടക്കുന്ന അഴുക്ക് വസ്ത്രത്തെ നീക്കിയതിന് ശേഷമേ അപ്പൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയുള്ളൂ. അതിൻ്റെ അർത്ഥം, ശുദ്ധീകരണമില്ലാതെ, വിശുദ്ധിയോടെ, ശുദ്ധീകരണം പ്രാപിക്കാതെ, വിശുദ്ധിയോടെ അല്ലാതെ നമുക്ക് ഈ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് കഴിയില്ല. മേത്രമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവിനെന്ന് അപ്പൻ ദാസന്മാരോട് വിളിച്ചു പറയുകയാണ്. നീ ഉടുത്ത അങ്കിയോടെ നിനക്ക് അപ്പൻ്റെ ഭവനത്തിലേക്ക് പ്രവേശനമില്ല. സംഭവം, അപ്പൻ സ്നേഹിക്കുന്നവനാണ്, കെട്ടിപ്പിടിക്കുന്നവനാണ്, ചുംബിക്കുന്നവനാണ്, നിന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ നിന്റെ അഴുക്ക് വസ്ത്രത്തെ നീക്കാതെ നിനക്ക് അപ്പന്റെ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ സാധ്യമല്ല. ഹല്ലേലൂയ. പലരും വിചാരിച്ചിരിക്കുന്നത് അതേ വസ്ത്രത്തോടെ, അതേ ലാഘവത്തോടെ, അതേ പ്രവൃത്തിയോടെ അപ്പന്റെ ഭവനത്തിലേക്ക് കയറണമെന്ന് പറഞ്ഞാൽ ഈ അപ്പൻ സമ്മതിക്കുന്നവനല്ല. അപ്പൻ പറയുകയാണ്, അവനെ മേത്രമായ അങ്കിയെ ധരിപ്പിക്കുക. അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തെ മാറ്റുക. അത് ഈ ലോകത്തിന്റെ വസ്ത്രമാണ്, അത് മ്ലേച്ഛകരമായ വസ്ത്രമാണ്, അത് അശുദ്ധിയുടെ വസ്ത്രമാണ്. ഈ വസ്ത്രം ഇട്ടുകൊണ്ട് ഈ ഭവനത്തിലേക്ക് അവനെ പ്രവേശിപ്പാൻ സാധ്യമല്ല. കാരണം ഒരു കാലത്ത് ഈ അപ്പന്റെ ഭവനത്തിൽ മേത്രമായ അങ്കി ധരിച്ചുകൊണ്ട് നടന്നവനായിരുന്നു ഒരു കാലത്ത്. എന്നാൽ തൻ്റെ സുബോധം നഷ്ടപ്പെട്ടപ്പോൾ അവൻ ലോകത്തിലേക്ക് ഇറങ്ങി തൻ്റെ അങ്കിയെല്ലാം മലിനമാക്കി, സകലത്തെയും മലിനമാക്കി. അതുകൊണ്ട് അവൻ പറയുകയാണ്, ഇനി സാധ്യമല്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇനി ഹല്ലേലൂയ, ഇനി സാധ്യമല്ല, ഇനി സാധ്യമല്ല. ഇനി നീ അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നിന്റെ വസ്ത്രം മാറിയേ പറ്റുകയുള്ളൂ. നിന്റെ അഴുക്ക് വസ്ത്രത്തെ മാറ്റി അപ്പൻ തരുന്ന വസ്ത്രമുണ്ട്, മേത്രമായ അങ്കി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവന് മേത്രമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുകയും. ഹല്ലേലൂയ. ചെരുപ്പ് അടുത്തത് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇവന്റെ കൈക്ക്
മോതിരവും കാലിനെ ചെരുപ്പും ഇടുവിക്കുക. നഷ്ടപ്പെട്ടു പോയി. മോതിരം നഷ്ടപ്പെട്ടു, ചെരുപ്പ് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അപ്പന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന സകലവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. തനി ലോകപ്രകാരമുള്ളവനായി തീർന്നു. പക്ഷേ സ്നേഹവാനായ ദൈവം ഒരു കണ്ടീഷൻ വെച്ചു, നിന്റെ വസ്ത്രത്തെ മാറ്റാതെ. ഹല്ലേലൂയ. ഞാൻ തരുന്ന മോതിരമിടാതെ, ഞാൻ തരുന്ന ചെരുപ്പിടാതെ നിനക്ക് എവിടേക്ക് കടക്കുവാൻ കഴിയില്ല. അപ്പന്റെ ഭവനത്തിലേക്ക് കടക്കുവാനായിട്ട് കഴിയില്ല. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പൻ സ്നേഹവാനാണ്, അപ്പൻ ദയാലുവാണ്, അപ്പൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്. അൺകണ്ടീഷണൽ ലവാണ് യേശുവിൻ്റെ. പക്ഷേ വേറൊരു കണ്ടീഷൻ വെച്ചിരിക്കുന്നു. ഈ ലോകത്തിന്റെ വസ്ത്രം ധരിച്ച് നിനക്ക് അപ്പന്റെ ഭവനത്തിൽ കടക്കുവാൻ സാധ്യമല്ല. ഈ ലോകത്തിന്റെ മ്ലേച്ഛകരമായ പ്രവൃത്തികൾ ചെയ്തിട്ട് അപ്പന്റെ ഭവനത്തിലേക്ക് കടക്കുവാൻ സാധ്യമല്ല. അപ്പൻ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ്. അപ്പന്റെ വസ്ത്രം, അപ്പൻ കൊടുക്കുന്ന വസ്ത്രം, അല്ലെ ആ വിശുദ്ധിയുടെ വസ്ത്രം, ആ നീതിയുടെ വസ്ത്രം, ആ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാതെ നിനക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ദൈവത്തിന് അടയ്ക്കാം.